നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. മലയാളികളുടെ സ്വകാര്യ ഒരു അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വയ്ക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്നെടുത്തു പറയേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതും. പൊതു ഇടങ്ങളിൽ തന്റെ ആരാധകരെ ഒരിക്കൽ പോലും അദ്ദേഹം നിരാശരാക്കാറില്ല. എത്ര പേർ വന്നാലും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുകയും അവരുടെ കൂടെ ചിരിച്ച് സരസമായി കരുതലോടെ സംസാരിക്കുന്ന മോഹൻലാലിനെ പ്രേക്ഷകർ കാണാറുമുണ്ട്. എന്നാൽ എല്ലാ സമയത്തും ഇത്തരത്തിൽ ആരാധകരുമായി സംവദിക്കാൻ സാധിക്കില്ലെന്നും സ്നേഹത്തിൽ പൊതിഞ്ഞ ഭയം എപ്പോഴും ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. മലൈക്കോട്ട് വാലിബാൻ സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായി മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. താരാരാധനയെ എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തിന് മോഹൻലാൽ നൽകിയ മറുപടി, 43 വർഷമായി അഭിനയിക്കുന്ന ആളാണ് ഞാൻ. അന്നു മുതൽ എത്രയോ തലമുറകളിലൂടെ സഞ്ചരിച്ച ആളാണ് ഞാൻ. അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്തയാൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുമായി വന്ന് ഫോട്ടോ എടുക്കുന്നതുമൊക്കെ ഭാഗ്യമാണ്. അന്ന് എനിക്ക് ഒപ്പം അഭിനയിച്ച കുട്ടികളൊക്കെ അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ അത്ഭുതം തോന്നും. അവരൊക്കെ ഡോക്ടറും എയർഫോഴ്സിലുമൊക്കെയാണ്. അന്നത്തെ പോലുള്ള ജേർണലിസമോ സിനിമകളോ ഫാഷനോ ഒന്നുമല്ല. ആ മാറ്റത്തിനിടയിൽ പല കാര്യങ്ങളും സംഭവിക്കും. നമ്മൾ മനഃപൂർവ്വം ഒരു ആരാധകനെ ഉപദ്രവിക്കില്ല. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. രാഷ്ട്രീയക്കാർക്ക് എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലണം. പക്ഷേ സിനിമാക്കാർക്ക് അതിന് സാധിക്കില്ല. ഭയങ്കര ഉപദ്രവം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ഒരു വിവാഹത്തിന് പോയപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങാൻ വളരെ പാടുപെട്ടു. ആ സമയത്ത് കാർ നിർത്തി ഗ്ലാസ് താഴ്ത്താൻ പറ്റില്ല, പേടിയാണ്. ഇതുപോലൊരു സാഹചര്യത്തിൽ അല്ലാതെ ആളുകളുമായി സംവദിക്കാൻ കഴിയുന്ന സമയത്ത് സംവദിക്കും. ഞാൻ പ്രതികരിക്കുന്ന ആളല്ല. എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്നുമില്ല. നമ്മൾ മനുഷ്യരാണ്. നമുക്കും ഒരുപാട് മൂഡുകൾ ഉണ്ടാകാം. സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഉണ്ടാകും. ഒരാൾക്ക് ഹസ്തദാനം കൊടുക്കുക എന്നുള്ളത് ടെൻഷനാണ്. ചിലപ്പോൾ അയാൾ കൈകളിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെയാണ്. എന്ത് വേണമെങ്കിലും ചെയ്താലോ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ഭയമുണ്ടാകും. ഞാൻ എന്നിലേക്ക് ഒരാളെയും കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരാറാണ് പതിവ്. മൂഡ് സ്വിംഗ് ഉണ്ടാകുന്ന ഒരാളല്ല ഞാൻ. പൊതുവെ പണ്ട് അഭിമുഖങ്ങളിലൊക്കെ അധികം സംസാരിക്കാതിരുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രായമായില്ലേ, കുറച്ചൊക്കെ വിവരം വെച്ചെന്നും ഇല്ലെന്നുമൊക്കെ കരുതിക്കൊള്ളൂ, ചിരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു. അതേസമയം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ നേര് ആയിരുന്നു മോഹൻലാലിൻ്റെതായി പുറത്തെത്തിയ ചിത്രം. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വിജയമായി മോഹൻലാൽ സിനിമ എന്നതുകൊണ്ട് തന്നെ നേര് മോഹൻലാലിന്റെ തിരിച്ചുവരവ് എന്ന രീതിയിലാണ് ആളുകൾ പരിഗണിക്കുന്നത്. നേര് പോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് മലൈക്കോട്ട് വാലിബാൻ. മോഹൻലാലിൽ ലിജോ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ ആദ്യ സിനിമ എന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ മലൈക്കോട്ട് വാലിബാൻ വലിയൊരു ഹൈപ്പ് കിട്ടിയ സിനിമയാണ്. ജനുവരി 25-നാണ് മലൈക്കോട്ട് വാലിബാന്റെ റിലീസ്.